ദുബൈയുടെ മാത്രമല്ല, മസ്കത്തിലെ രാവുകൾക്കും ഈ പുതുവർഷത്തിൽ ഒരു പ്രത്യേക അഴകാണ്. മസ്കത്ത് നൈറ്റ്സ് സന്ദർശിക്കാനെത്തുന്നത് ലക്ഷക്കണക്കിന് പേരാണ്. മസ്കത്ത് നൈറ്റ്സിൻ്റെ രസകരമായ കാഴ്ചകളിലേക്കാണ് ഇനി. മസ്കത്തിന് ഉത്സവരാവുകൾ സമ്മാനിക്കുകയാണ് മസ്കത്ത് നൈറ്റ്സ്. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് ഇപ്രാവശ്യത്തെ പരിപാടികളെല്ലാം. ഒമാൻ്റെ മണ്ണിലേക്ക് ആദ്യമായി ഫ്ലവർ ഷോ എത്തിയെന്നതാണ് അതിൽ പ്രധാനം. ലക്ഷക്കണക്കിന് പൂക്കളാണ് ഖുറം നാച്ചുറൽ പാർക്കിൽ വസന്തം വിരിയിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബവുമായാണ് മസ്കത്ത് നൈറ്റ്സ് വേദികളിലേക്ക് സ്വദേശികളും വിദേശികളും എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 11 വരെയാണ് പരിപാടികൾ. വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ സമയം വിനോദ പരിപാടികൾ അരങ്ങേറുകയും ചെയ്യും. ഖുറം നാച്ചുറൽ പാർക്കിലാണ് സന്ദർശകരുടെ ഒഴുക്ക് കൂടുതലുള്ളത്. കാത്തിരുന്ന ഒരു ഫെസ്റ്റിവലാണ് മസ്കറ്റ് ഫെസ്റ്റിവൽ. കുറേ കാലങ്ങളായി ഇത് കേൾക്കുന്നു. കഴിഞ്ഞ കൊല്ലം കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടെ നല്ല രീതിയിലായിരിക്കുന്നു പ്രതീക്ഷിച്ചു. ഖുറം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റോസ് ഗാർഡനിലുള്ള ഷോകൾ, പിന്നെ ഡ്രോൺ ഷോ, പിന്നെ ഫ്ലവർ ഷോ എല്ലാം അടിപൊളിയാണ്. ഡ്രോൺ ലൈറ്റ് ഷോകൾ, വെടിക്കെട്ട്, ലേസർ ഡിസ്പ്ലേകൾ, കുതിര സവാരി തുടങ്ങിയ ഇവൻറ്റുകൾ പരിപാടികളെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. നസീം ഗാർഡനിൽ വിനോദ പരിപാടികൾക്കാണ് കൂടുതൽ മുൻതൂക്കമെങ്കിലും അമറാത്ത് പബ്ലിക് പാർക്കിൽ ഒമാനി പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രദർശനങ്ങളാണ്. അമറാത്ത് ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വർഷം മുമ്പാണ് ഇതുപോലത്തെ ഒരു പരിപാടി നടന്നത്. ഇപ്പോൾ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളും ഉണ്ട്. നന്നായിട്ട് നല്ല പരിപാടി മൂവിങ് ആണ്. നല്ല ആളുകളുണ്ട്, കസ്റ്റമറുണ്ട്. അറേബ്യൻ ഗൾഫ് കപ്പ് മത്സരം കാണാനായി വിവിധ വേദികളിലൊരുക്കിയ ഫാൻ പാർക്കുകളാണ് മറ്റൊരാകർഷണം. കഴിഞ്ഞ ദിവസം നടന്ന ഒമാൻ സൗദി സെമിഫൈനൽ കാണാൻ അമറാത്ത് പബ്ലിക് പാർക്കിൽ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. വാരാന്ത്യ ദിനങ്ങളിലാണ് ഫെസ്റ്റിവൽ വേദിയിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക. സന്ദർശകരെ സഹായിക്കുന്നതിനായി ബഹുഭാഷ കൈകാര്യം ചെയ്യുന്ന 500ഓളം സന്നദ്ധ പ്രവർത്തകരെ വിവിധ ഫെസ്റ്റിവൽ വേദികളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അടിപൊളി പരിപാടിയാണ്, സൂപ്പറാണ്. കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ വെടിക്കെട്ട് ഉണ്ട്, സൂപ്പർ വെടിക്കെട്ടാണ്. എല്ലാ വർഷവും അവർ ഇമ്പ്രൂവ് ആകാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ പരിപാടി നടത്തുന്നുണ്ട്. ഈ കാലാവസ്ഥയിൽ ഈ തണുപ്പിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പരിപാടിയാണ്. മികച്ച വസ്ത്രങ്ങൾ, ഹാൻഡ് ബാഗുകൾ, പെർഫ്യൂമുകൾ എന്നിവയുടെ തിരക്കേറിയ ബസാർ മുതൽ ലൂണി ട്യൂൺസ്, ബാറ്റ്മാൻ, ടോം ആൻഡ് ജെറി തുടങ്ങിയ കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരെ അവരുടെ മുന്നിലെത്തുന്നു. സാഹസിക വിനോദം ഇഷ്ടപ്പെടുന്നവർക്കുള്ള വേദികൾ വേറെയുമുണ്ട്. തണുപ്പിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒമാന് കാഴ്ചയുടെ കൂടി വസന്തം സമ്മാനിക്കുകയാണ് മസ്കറ്റ് നൈറ്റ്സ്. പരിപാടികൾ ജനുവരി 21 വരെ നീണ്ടു നിൽക്കും.